ഇപ്പോൾ റിട്ടയർഡ് SP ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ കേസ് അതിൻ്റെ നിലവിലുള്ള അന്വേഷണത്തിൻ്റെ ഘട്ടം ഇതൊക്കെ താങ്കൾക്കറിയാം. കണ്ണൂർ കായലോട് സദാചാരാക്രമണത്തെ തുടർന്ന് ഒരു യുവതി ആത്മഹത്യ ചെയ്യുകയും ഈ അവരുടെ ആൺസുഹൃത്തിനെ SDPI ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിനു മുമ്പ് അവിടെ ഒരു മൈതാനത്ത് വെച്ച് ഈ ആൺസുഹൃത്തിനെ കൂട്ടമായി മർദ്ദിച്ചിട്ടുണ്ട്. ആ ദൃക്സാക്ഷി മൊഴികളുണ്ട്. ഇപ്പോൾ കുടുംബം പറയുന്നത് ഇങ്ങനെ ഈ ആൺസുഹൃത്താണ് ഇതിലെ വില്ലൻ, അയാളുടെ സ്വഭാവത്തിലെ അയാളുടെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ യുവതി ജീവനൊടുക്കിയതെന്നാണ്. പക്ഷേ പോലീസ് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കൃത്യമായ തെളിവുണ്ട്, ആത്മഹത്യാക്കുറിപ്പുണ്ട്. 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഈ പ്രതികളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ പരസ്യ വിചാരണയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. അതുമാത്രമല്ല, അവിടെ നിന്ന് ശേഖരിച്ച സാക്ഷിമൊഴികൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, ഇതൊക്കെ ഈ കേസിൽ നിർണായക തെളിവായി മാറില്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും അത് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഈ ഒരു പ്രശ്നത്തിലുള്ള മനോവിഷമവും കാരണം അവര് ഒരു സൂയിസൈഡൽ നോട്ട് എഴുതി വെച്ചു. അതിനകത്ത് 3 പേരുടെ പേരും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ഇത് SPG എന്തായാലും ശരി, അവർ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. 40 വയസ്സിന്റെ അറസ്റ്റിനകത്ത് ആ സംസാരിച്ച കുട്ടിക്ക് 21 വയസ്സേ ഉള്ളൂ. അയാൾ കാറ് ഇറങ്ങി നിന്ന് സംസാരിച്ചു. അത് ഇവർക്ക് പിടിച്ചില്ല. ആ പയ്യനോടുള്ള എതിർപ്പാണോ ഇവരോട് എതിർപ്പാണോ അത് അടുത്ത ബന്ധുക്കളൊന്നും അല്ല അവര്. അതിൽ ഒരാൾ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് പറയുന്നു, നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവർ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. 21 വയസ്സുകാരനാണ്, അവർക്ക് 40 വയസ്സുണ്ട്, 3 കുട്ടികളുള്ള സ്ത്രീയാണ്. എന്താണ് സംസാരിച്ചത്? അവര് സുഹൃത്തെന്ന് പറയാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പലരുമായിട്ട് അവർ സംസാരിക്കും. അതിൽ ഇവർക്കെന്താ ഇടപെടേണ്ട ആവശ്യം? ആ പയ്യനെ പിടിച്ചു കൊണ്ടുപോയി ഇവരെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ പയ്യനെ പിടിച്ചു കൊണ്ടുപോയി മർദ്ദിച്ച് അതിനുശേഷം അവർ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി 3:30 മണി മുതൽ രാത്രി 8:30 വരെ അവനെ ചോദ്യം ചെയ്ത് മർദ്ദിച്ച് അവന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോണ് വാങ്ങിച്ച് പരിശോധിച്ച് ഒരു ടാബ് ഉണ്ടായിരുന്നു, അത് ഇവര് രണ്ടും വാങ്ങിച്ചെടുത്ത് അവനെ നല്ല അടിയും കൊടുത്ത് SDPI ഓഫീസിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്തു. ആ പെൺകുട്ടി മരിച്ച റസീനയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി. അത് തന്നെയല്ല, അവരുടെ പിതാവിനെ വിളിച്ചു വരുത്തി. ആ പെൺകുട്ടിയുടെ ഉമ്മ പാത്തുമായി വിളിച്ചു വരുത്തി. അവര് 3 എല്ലാവരും വിളിച്ചിട്ട് അവിടെ വിചാരണ. ആരാണ് ഇവർക്ക് എന്താണ് അവകാശം? ആ ശ്രീമതി ടീച്ചർ പറഞ്ഞല്ലോ, ഇതൊരു ഈ ആൾക്കൂട്ടം വിചാരണ എന്ന് പറയുന്നത് അത് അവര് അതേപ്പറ്റി നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം അവരുടെ കയ്യിൽ നിന്ന് ആ പയ്യന്റെ മൊബൈൽ ഫോണും ആ ടാബും റിക്കവർ ചെയ്തിട്ടുണ്ട്. 27 റിക്കവറി. അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞ ആരാ പിന്നെ? ആ ഉമ്മ ചിലപ്പം അവർ ഭയം കൊണ്ട് പറയുന്നതായിരിക്കും. ആ സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന അവരുടെ മാലയില്ല എന്ന് പറയുന്നുണ്ട്. മാലയും കുറച്ച് പൈസയും ഇല്ല, അതാ ഉമ്മ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് പോലീസ് അന്വേഷണം നന്നായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സൈസ് ബുദ്ധിപരമായ ഇളക്കങ്ങളൊന്നും ചെലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 27 റിക്കവറി അവിടെ വന്നിട്ടുണ്ട്. ആ മയിലുള്ള ആ പയ്യനെ ഇപ്പം കണ്ടിട്ടില്ല. ആ പയ്യൻ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. കേസിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ഇതിൽ ഇങ്ങനെ ഈ യുവതിയുടെ കുടുംബം, യുവതിയുടെ മാതാവ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തുന്നത് ഒരുപക്ഷെ അവരുടെ അടുത്ത ബന്ധുക്കളാണ്, ഈ മാതാവിൻ്റെ അടുത്ത ബന്ധുക്കളാണ് ഈ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ. ഒരുപക്ഷെ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. എന്താണ് അങ്ങനെ ഒരു പ്രതികരണം എന്നുള്ളത് അറിയില്ല. പക്ഷേ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരവും പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരപ്രകാരവും ഒരു ആൾക്കൂട്ട വിചാരണയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ ആൾക്കൂട്ട പരസ്യമായി ഇവരെ വിചാരണ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് ആ ഗ്രൗണ്ടിൽ വെച്ച് മാത്രമല്ല മറ്റിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ കരുതുന്നത് ശ്രീ ജോർജ് ജോസഫ്? അതെ, അങ്ങനെ തന്നെയാണ് ഇത് കണ്ടിരിക്കുന്നത്. ആ ഉമ്മ എന്ന് പറഞ്ഞ പ്രായമുള്ള സ്ത്രീയാണ്. ഇവര് SDPI വന്ന് വരട്ടിയ അവര് പറയുന്ന പോലെ തത്ത പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. ഈ ആൾക്കൂട്ട വിചാരണ നടത്തിയവരെ കയ്യിൽ നിന്ന് ഈ പയ്യന്റെ മൊബൈൽ ഫോണും അവന്റെ ടാബും പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് തട്ടിയെടുക്കുന്നുള്ള ഉറപ്പല്ലേ? എന്താണ് ഇവർക്ക് ഇതിനകത്ത് കാര്യം? ആ പയ്യൻ 21 വയസ്സുകാരൻ സംസാരിച്ച എന്താണോ കുഴപ്പം? അതാണ് ശ്രീമതി ടീച്ചർ താലിബാനിസം ഇവിടെയും തുടങ്ങിയോന്ന്. നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ സൈസ് വേലകളൊന്നും ആര് കാണിച്ചാലും. കാരണം ഇവിടെ ആരോടും ഏത് സ്ത്രീക്കും ഏത് പ്രായപൂർത്തിയായ ആൾക്കാർക്ക് ആരോട് വേണം സംസാരിക്കാം. കേരളത്തിൽ അങ്ങനെയാണ് നമ്മുടെ ഇതുവരെയുള്ള പോക്കുകളല്ല. ഇവിടെ ഈ ലോകത്തിലേക്ക് കാണുന്ന പോലെ ഈ ആൾക്കൂട്ട വിചാരണയൊന്നും ഇവിടെ ചെലവാകത്തില്ല.
ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഈ വാർത്തയെക്കുറിച്ച്, അതിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു.